ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റവ വെച്ചുള്ളൊരു ഉപ്പുമാവായാലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റവ നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് റവ നമ്മളിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വറുത്ത റവ മേടിച്ചാലും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നല്ലപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1.25 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവക്ക് 1.25 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. ഈ സമയത്ത് ഒന്നും തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു കട്ട പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ ഇതേപോലെ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടും കിട്ടിക്കോളും. ഇതായപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലാക്കി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാ എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.